ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു. കൃഷ്ണായനം. രചയിതാവ് തുളസി കോട്ടുകൽ, പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ, ഓഡിയോ കൃഷ്ണകുമാരി. കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ ചാനലിൽ കുറേ പേർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ശ്രമിക്കുക. ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി ഈ പുസ്തകത്തിൽ കുറേ നമുക്ക് പരിചിതമല്ലാത്ത വാക്കുകൾ വരുന്നുണ്ട്. പുസ്തകത്തിൽ എഴുതിയ അതേപോലെ തന്നെയാണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കൃഷ്ണായനം. രാസക്രീഡ. ഉന്മേഷവും ഓമനത്വവുമുള്ള കുറേ നിമിഷങ്ങൾക്കായി ഭൂമി വെമ്പി. അവനിയുടെ ഹൃദയത്തുടിപ്പുകൾ അവനീശ്വരൻ അറിഞ്ഞു. അടിസ്ഥാന ഭാവബന്ധം ജന്മകൃത്യത്തിൻ്റെ ധന്യമുഹൂർത്തമാക്കുവാൻ ഭൂമി പ്രകൃതിയോടരുളി. അവൾ അത് കാലത്തിൻ്റെ ചെവിയിൽ മൊഴിഞ്ഞു. പരമേഷ്ടിയും കാലവും ചേർന്ന് മനുജരിൽ പൂർത്തീകരണത്തിൻ്റെ നിമിഷങ്ങൾ ഒരുക്കി. ജനിച്ച് ഏതാനും ദിവസങ്ങൾ തികയും മുമ്പ് ഗോപികാരമണൻ കാണിച്ച ലീലാവിലാസങ്ങൾ വ്രജമണ്ഡലത്തിലെ ജനങ്ങളിൽ അത്ഭുതമുണർത്തി. ഭക്തി വളർത്തി. സ്നേഹവും വാത്സല്യവും വർദ്ധിപ്പിച്ചു. ഗോപന്മാരെക്കാൾ ഗോപികമാരിലാണ് കണ്ണനെക്കുറിച്ചുള്ള സ്നേഹം തഴച്ചു വളർന്നത്. ഗോകുലബാലന്റെ സാമീപ്യം സദാ അവർ കൊതിച്ചു. തങ്ങളുടെ മനോരഥം അചിരേണ സാഫല്യമടയുമെന്ന് അവരുടെ മനസ്സ് നിരന്തരം നിമന്ത്രണം ചെയ്തുകൊണ്ടിരുന്നു. കാലങ്ങൾക്കപ്പുറത്ത് നിന്ന് ആഗ്രഹപൂരണത്തിനായി പല ജന്മങ്ങൾക്കൊഴിച്ചു കളഞ്ഞ് ഗോപികമാരായി ജന്മം കൊണ്ടിരിക്കുന്ന വൃന്ദാവന സുന്ദരിമാർക്ക് പൂർണ്ണ സാഫല്യം നൽകണമെന്ന കണ്ണനും ഉറച്ചു. പരമമായ സാത്വികത തളിരിടുന്നതിനു വേണ്ടി കാലവും പ്രകൃതിയും ശബ്ദവും പൊരുളുമെന്ന പോലെ ധന്യമായ ഒരു മുഹൂർത്തത്തിലേക്ക് ആവാഹിച്ചൊതുക്കി നിർത്തുവാൻ കണ്ണൻ അവനിക്കാജ്ഞ നൽകി. കേശവൻ വൃന്ദാവനത്തിലൂടെ ഏകനായി നടന്നു. ദാമോദരന്റെ ചിന്ത പല കൈവഴികളായി. ഭക്തരുടെ ആഗ്രഹമെന്തോ അതാണ് തൻ്റെ അഭിലാഷം. അതിന് വിഘ്നമരുത്. എത്ര ജന്മം കൊണ്ട് എന്നിൽ അലിയുവാൻ കൊതിക്കുന്നവരാണ് ഈ ഗോപികമാർ. കൊതി മതിയിലൊതുക്കി ഇതുവരെ അവരെത്തി. പരമപദത്തിൽ അവരെ നിർത്തേണ്ടത് കർമ്മമാണ്. അവിടെ കാമത്തിൻ്റെ വിദൂര സ്പർശം പോലും ഏൽക്കുവാൻ പാടില്ല. പരമനിർമ്മലവും പവിത്രവുമായ നിർവൃതി എന്തെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. നിസ്വാർത്ഥമായ ഭക്തിയും നിർലോഭമായ സ്നേഹവും നിസ്സംഗമായ ത്യാഗവുമാണ് ഈ രാസലീല എന്ന് അവർ അറിയുകയും വേണം. ആ അറിവ് നിറവാണ്, ആഹ്ലാദമാണ്. ഇങ്ങനെ മനനം ചെയ്ത് കണ്ണൻ പ്രകൃതിയുടെ മുഗ്ധവും രസശുദ്ധവുമായ ഭാവങ്ങൾ രാസക്രീഡയ്ക്ക് വേണ്ടി ഉന്മീലനം ചെയ്തു. മുരളീധരന്റെ മുരളി കേട്ടാൽ മതി ഗോപികമാർ ഓടിയെത്തുവാൻ. ഒരു നാൾ യമുനാ തടത്തിൽ വെച്ച് വേണുനാദം ശ്രവിച്ച് ഓടിവന്ന ഗോപവനിതമാരോട് ദാമോദരൻ പറയുകയുണ്ടായി. കളഭാഷിണിമാരെ, നിങ്ങളുടെ കാമിതം താമസിയാതെ പൂർണ്ണമാകും. എല്ലാത്തിനും കാലമുണ്ട്, സമയമുണ്ട്. അതുവരെ ക്ഷമിക്കുക. ധന്യവതികളായ ഗോപികമാർ ആ നിമിഷവും കാത്തു വസിക്കുകയാണ്. വൃന്ദാവനത്തിൽ നിന്ന് കണ്ണൻ ചുറ്റും കണ്ണോടിച്ചു. വൈശാഖ പഞ്ചമി നവോടയായ മുഗ്ധവധുവിനെ പോലെ അണയുന്നു. ഗോലോകരക്ഷകനായി ഉയർന്നു നിൽക്കുന്ന ഗോവർദ്ധനം നീലമേഘത്തിൽ മുഖം ചേർത്ത് രസിക്കുന്നു. പർവ്വതത്തിൻ്റെ സാനുവിൽ ഊനമില്ലാതെ വിലസുന്ന ഉപവനത്തിൽ വൃന്ദാവനം പുത്തൻ കാന്തി ചിന്തി നിന്നു. ചന്ദ്രികാ ചർച്ചിതമായ ഒരു സുന്ദര രചനയുടെ ആദ്യ നിമിഷങ്ങൾ.
മോഹിനിയായ ഒരു നദാംഗയെ പോലെയാണ് രജനി യമുനയുടെ പുളിനത്തിലെത്തിയത്. അവൾ ചന്ദ്രിയെ പൂഞ്ചേല ചുറ്റി ആനന്ദ നടനം തുടങ്ങി. പ്രപഞ്ചം സൂക്ഷ്മരതിയുടെ താളത്തിനൊത്ത് കളമൊരുക്കി. യമുനയുടെ ലോലകല്ലോലങ്ങളിൽ ഉലാവിയെത്തുന്ന ബാലപവനൻ പച്ചില തുമ്പുകളിൽ മോഹന നൃത്തം തുടങ്ങി. വനജ്യോത്സനയിൽ കാളിന്തി തടം മതാലസഭാവം പകർന്ന് മയങ്ങിക്കിടന്നു. കാളിന്തിയിൽ കളകളനാദം പൊഴിച്ച് വണ്ടാരം കോഴികൾ ഇണയുടെ കൊക്കുകളിൽ കൊക്കുരുമ്മി രസിച്ചു. യമുനയുടെ ഹൃദങ്ങളിൽ പുത്തൻ തേജസ്സേറ്റ് രാത്രിയിൽ പോലും വിരിഞ്ഞു നിന്ന താമരകളിൽ തേനുണ്ട് മതിച്ച കളഹംസങ്ങൾ ഇണയുടെ തൂവലുകൾ മന്ദമകറ്റി ഉന്മാദമാർന്നു. ഉപവനത്തിലെ ലതാ നികുഞ്ചങ്ങളിൽ അത്ഭുത ഗദ്യോതങ്ങൾ ദീപാലങ്കാരമായി. തമാല നിറമാർന്ന നികുഞ്ചത്തിലെ വർണ്ണമെത്തകൾ ചിതറിയ പൂക്കളാൽ പൂമെത്തകളായി. ഹൃദ്യമായ സുഗന്ധം എവിടെയും ഒതുങ്ങി പെരുമാറി. ഇരവിലും കത്തുന്ന സൂര്യനെ പോലെ രത്നധാതുക്കളാൽ തേജസ്സുറ്റു നിൽക്കുന്ന ഗോവർദ്ധന മുടികൾ തുളസീവനത്തെ പ്രഭാപൂരിതമാക്കി. ഉപവനത്തിലെങ്ങും നിരവധി നിറമുള്ള കുസുമങ്ങൾ വിരിഞ്ഞു. വാരി പോലെ മലരിൽ നിന്നും വേരി തൂവി വൃന്ദാവനം നനഞ്ഞു. പൂത്തുമ്പികൾ പൂവനത്തിലെത്തി പൂന്തേൻ നുണഞ്ഞു. നന്ദനവനം പോലെ വിളങ്ങുന്ന വൃന്ദാവനത്തെ നന്ദനന്ദനൻ ആനന്ദതുന്തിലനായി വീക്ഷിച്ചു. അപ്രമേയമായ ഇന്ദ്രനീല പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന യമുനാതടം മാധവനിൽ ആഹ്ലാദം പകർന്നു. കാലം അതിമോഹനം, സമയം അതിരമണീയം. ഇതാണ് രാസലീലയ്ക്കുള്ള മുഹൂർത്തം. അതീന്ദ്രിയ ആഹ്ലാദവും നിർവാണാനുഭൂതിയും ഒരുമിക്കുന്ന നിമിഷം. കാമദേവന്റെ മംഗളകലശം പോലെയുള്ള കാന്തയുടെ സ്തനതടങ്ങളിൽ ലോലപല്ലവാങ്കുലികളാൽ കാന്തൻ കസ്തൂരി പത്രഭംഗം ഒരുക്കേണ്ട മുഹൂർത്തം. കന്നൽ തുമ്പികൾ മിന്നി മിന്നി പായുന്ന കാന്തയുടെ കൺകോണിലെ കരിമഷി അനവദ്യ ചുംബനത്തിൽ ആർദ്രമാകുമ്പോൾ കാന്തൻ കരിവണ്ടിൻ നിറമാണ്ട മെഴിത്തുമ്പിൽ കരിമഷി ചാർത്തുന്ന അസുലഭ നിമിഷം. തൂത്തിങ്കൾ തുല്യമായ നെറ്റിത്തടത്തിൽ രതിതീക്ഷ്ണതയിൽ ഉതിർന്ന വിയർപ്പുതുള്ളികൾ വറ്റുമ്പോൾ മദാലസ മയക്കത്തിലേക്ക് വഴുതുന്ന കാന്തയുടെ നവനീത നിഭമായ വയറിലെ ത്രിവലികളിൽ കാന്തൻ രസനോദ്വാഹത്തിൻ്റെ ഒരുങ്ങുന്ന അചുംബിത നിമിഷം. 14 ലോകങ്ങളിലും ഇതുവരെ ഉന്മീലനം ചെയ്തിട്ടില്ലാത്ത ഈ സുന്ദര മുഹൂർത്തത്തിൽ മുരളീനാഥൻ രാസലീലയ്ക്കൊരുങ്ങി. വൃന്ദാവനത്തിൽ യമുനാതടത്തിൽ വേടുകൾ താഴ്ത്തി നിൽക്കുന്ന വടവൃക്ഷ ചുവട്ടിൽ നിന്ന് ഉണ്ണിക്കണ്ണൻ വേണു ചുണ്ടിൽ ചേർത്തു. സപ്തസ്വരങ്ങളുടെ സ്വരഗംഗ തുളസീവനത്തിൽ പരന്നു. ഗാനം ഓരോ ഗോപവാടത്തിലും കടന്ന് കരിമുകിൽ മിഴിമാരുടെ ഹൃദയതലങ്ങളിൽ വിദ്യുല്ലതിക പോലെ പരന്നു. കരളിൽ കുളിരുമായി മാറിൽ സ്വസ്തിക ചേർത്തവർ പിടഞ്ഞെഴുന്നേറ്റു. ഗോപികമാർ ഓർത്തു, കണ്ണൻ്റെ മുരളീഗാനമാണ് ഒഴുകിയെത്തുന്നത്. ഇന്ന് വൈശാഖ പഞ്ചമിയാണ്. മുല്ലകൾ പൂത്തിരിക്കുന്നു. പിച്ചികൾ കണ്ണു തുറക്കുവാൻ വെമ്പുന്നു. ഇതുവരെ ആരിൽ നിന്നും അനുഭവിച്ചിട്ടില്ലാത്ത, പേരോതുവാൻ പോലും അറിയാത്ത ഒരു സുഖലഹരി പടർന്നു കയറുന്നു. ഗോപികമാർ മറ്റൊരു ലോകത്തിലായി. പിന്നെ അരനിമിഷം അവർക്ക് ഭവനങ്ങളിൽ സ്വസ്ഥരായി ഇരിക്കുവാനായില്ല. വിവിധ ജോലികളിൽ വ്യാപൃതരായിരിക്കുന്ന ഗോപികമാർ മായാപിഞ്ചികയിൽ ആകർഷിക്കപ്പെട്ടവരെ പോലെ നടന്നു. ഗോപാലകൃഷ്ണന്റെ വേണുഗാനം കേട്ടപ്പോൾ തനിക്ക് ആദ്യം എത്തണമെന്ന മോഹത്താൽ ഗോപാംഗനകൾ കാട്ടിക്കൂട്ടിയത് എന്തെല്ലാമാണ്. പാല് തിളപ്പിച്ചു കൊണ്ടിരുന്നവർ അത് അടുപ്പിൽ തന്നെ വെച്ചിട്ട് എഴുന്നേറ്റ് നടന്നു. ഭക്ഷണം പാകമാക്കിക്കൊണ്ടിരുന്നവർ അത് അങ്ങനെ വെച്ചിട്ട് നടന്നു. ആഭരണങ്ങൾ അതിവേഗം അണിയുന്നതിനിടയിൽ അവ തിരിഞ്ഞും മറിഞ്ഞും പോയി. കാഞ്ചിയെടുത്ത് ഒരുവൾ കഴുത്തിലണിഞ്ഞു. മാലയെടുത്ത് അരയിൽ ചാർത്തി. നൂപുരമെടുത്ത് കങ്കണമാക്കി. തരിവളകളുടെ കൊളുത്തുകൾ ഇളക്കി കാലാഴിയാക്കി. കസ്തൂരി കവിളിൽ തൊട്ടു. ചന്ദന തിലകം കഴുത്തിൽ തൊട്ടു.
കബരിയിൽ അണിയേണ്ടുന്ന ചൂടാരത്നം മൂക്കുത്തിയായി. പരിഭ്രമത്തിനിടയിൽ അടിവസ്ത്രം മേൽവസ്ത്രമായി. മുലക്കച്ച മുറുക്കുവാൻ മറന്നു. നീണ്ടിരുണ്ട കബരി കോതിയൊതുക്കുവാൻ ഒരുവൾ വിട്ടുപോയി. അണിഞ്ഞിട്ടും മതിയാവാതായപ്പോൾ അങ്ങനെ മതിയെന്നോർത്ത് ഒരുവൾ ഇറങ്ങി നടന്നു. എന്തിനേറെ പൂർണ്ണമായി ഒരുങ്ങിയവരാരും കണ്ണൻ്റെ സമീപത്തേക്ക് നടക്കുന്നവരിൽ ഇല്ലായിരുന്നു. പരവയിലെതിര പോലെ വേണുനാദം ഒഴുകിയെത്തിയപ്പോൾ ഗോപികമാർക്ക് ഒരു കാര്യം ഓർമ്മ വന്നു. നാളുകൾക്ക് മുമ്പ് കണ്ണൻ പറഞ്ഞതാണത്. ഗോപവനിതമാരെ, ഒരു രാത്രിയിൽ നമുക്കെല്ലാവർക്കും കൂടി ക്രീഡിച്ചാനന്ദിക്കാം. ആ ദിനമാണിന്നെന്ന് ഓരോ യദുകുല നാരിയുടെയും മനസ്സ് പറഞ്ഞു. അവർ ആഹ്ലാദത്തോടെ, മോഹത്തോടെ, ഉദ്വേഗത്തോടെ നടന്നു. പലരും വീട് വിട്ട് ഇറങ്ങിയപ്പോൾ ഭർത്താക്കന്മാർ അവരെ തടഞ്ഞു. സന്താനങ്ങൾ കരഞ്ഞു. പ്രായമേറെ ചെന്ന് അവശരായി വിശ്രമിക്കുന്നവർ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞു. ഗോപികമാർ ഒന്നും കേട്ടില്ല. അവരൊന്നും അറിഞ്ഞില്ല. പല കൈവഴികളിലൂടെ സാഗരോന്മുഖികളായി ഒഴുകിപ്പോകുന്ന തെളിനീരുറവകളായി അവർ. പ്രൗഢകളും യുവതികളും തരുണികളും ബാലകളും ഓടക്കുഴൽനാദത്തിൽ ആകൃഷ്ടരായി യമുനാ തടത്തിലേക്ക് ഗമിച്ചു. കണ്ണൻ്റെ സ്വരമാധുരി അത്രമേൽ ഹൃദ്യമായിരുന്നു. കാമാസക്തി മൂലം ജാരനെ പ്രാപിക്കുവാനുള്ള ഒരു സാധാരണ സ്ത്രീയുടെ വെമ്പലാണോ ഗോപികമാരെ കണ്ണൻ്റെ സവിധത്തിലേക്ക് നയിച്ചത്? അല്ല, ഒരിക്കലുമല്ല. കാമം നിറഞ്ഞ സഞ്ചാരമായിരുന്നെങ്കിൽ അവരിൽ വ്രീളയും വിവശതയും സംജാതമായേനെ. പക്ഷെ ഗോപസ്ത്രീകളിൽ മൊട്ടിട്ടു നിന്നത് വാത്സല്യം കലർന്ന ഭക്തിയായിരുന്നു. അവനി തരുജാലങ്ങളെ സ്നേഹിക്കുന്നത് പോലെ അവർ കണ്ണനെ ഇഷ്ടപ്പെടുന്നു. ദാമോദരൻ്റെ ഓടക്കുഴലിൽ നിന്ന് നിർഗളിച്ച നാദമോ പരിശുദ്ധ സ്വരബ്രഹ്മം. ഹൃദയത്തിൻ്റെ ഭാഷയാണ് ആ ഗാനത്തിന് ചാരുത നൽകിയത്. ബ്രഹ്മാണ്ടത്തിൽ അനാദിയായി തുടിച്ചു നിൽക്കുന്ന ചൈതന്യത്തിൻ്റെ നാദമാണ് വേണുവിൽ നിന്നും നിർഗളിക്കുന്നത്. കണ്ണനെ തന്നിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരാളായി കാണാൻ ഗോപികമാർക്ക് കഴിഞ്ഞില്ല. കണ്ണൻ തങ്ങളുടെ ഹൃദയമാണ്, രാഗമാണ്, സ്വപ്ന സാക്ഷാത്കാരമാണ്. വികാര വിചാര സമന്വയത്തിന് സാത്വിക പരിവേഷം ചാർത്തുന്ന അഭൗമനാണ്. പ്രകൃതിയിൽ ജീവിച്ചിരിക്കുന്ന സൂക്ഷ്മ പുരുഷന്റെ മഹത്വരൂപമാണ് കണ്ണൻ. ആ കണ്ണനെ ഹൃദയത്തിടമ്പാക്കിയ ഗോപികമാർ കനത്ത ഭാഗ്യത്തിൻ്റെ ഉടമകൾ തന്നെ. ചന്ദ്രികയിൽ നീലപ്പെട്ട് വിരിച്ച പോലെ നിൽക്കുന്ന അരയാലിന് താഴെ പരമനിർമ്മലനായി വേണുവായിച്ച് രസിച്ചു നിൽക്കുന്ന കേശവന് ചുറ്റും ഗോപികമാർ വന്ന് നിരന്നു. ഓളക്കുത്തിൽ കരകളിലേക്ക് ഒഴുകിമാറിയ പൂക്കൾ വീണ്ടും ജലാശയ നടുവിലേക്ക് ഓടിയെത്തും പോലെ. അവരെ കണ്ടിട്ട് കണ്ണൻ പറഞ്ഞു, സുന്ദരിമാരെ, നിങ്ങളെല്ലാവരും ഈ സമയത്ത് ഏകാന്ത ദേശത്ത് വന്നതെന്തിനാണ്? രാത്രിയാണിപ്പോൾ എന്നറിയുകയില്ലേ? ബന്ധുജനങ്ങൾ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ടാവും. പൂനിലാവിൽ കുഞ്ഞോളമിട്ട് ഇന്ദ്രനീല പുടവ ചാർത്തി ഒഴുകുന്ന യമുനയുടെ സുഷമയിൽ അഭിരമിച്ച് ഞാൻ വേണു വായിച്ചു പോയതാണ്. നിങ്ങൾ ഇങ്ങനെ ഓടി വരുമെന്ന് ഓർത്തതേയില്ല. ഭർത്തൃമതികൾ വന്നത് ഒട്ടും ശരിയായില്ല. പരപുരുഷ ദർശനം പോലും സ്ത്രീധർമ്മമല്ല. ഏകാന്ത സഞ്ചാരം പിന്നെങ്ങനെ ശ്രേഷ്ഠമാകും? അതുകൊണ്ട് സ്വൈരിണികളാവാതെ നിങ്ങൾ മടങ്ങുവിൻ. ഗോപികമാർ പറഞ്ഞു, കണ്ണാ, കഥനം പകരുന്ന വാക്കുകൾ പുലമ്പാതെ. മോഹനവർണ്ണ, നിന്നെ മോഹിച്ച് വന്നവരാണ് ഞങ്ങൾ. കരിമുകിൽ വർണ്ണ, നിന്നെ കാമിച്ചെത്തിയവരാണ് ഞങ്ങൾ. അങ്കജരൂപ, യശോദയുടെ പൊന്നുണ്ണിയായി പിറന്നതു മുതൽ നിന്നെ അറിയാവുന്നവരല്ലേ ഞങ്ങൾ. നിന്നെ ലാളിച്ചവരും സ്തനതടങ്ങളിൽ ചെന്താമര പോലുള്ള നിന്റെ മുഖം ഒളിപ്പിച്ച് രസിച്ചവരുമല്ലേ ഞങ്ങൾ. നീ രമണനാവാൻ കാർത്യായനീ വ്രതം ഞങ്ങൾ അനുഷ്ഠിച്ചു. ഞങ്ങളുടെ ത്രസിക്കുന്ന മാറിലെ പിങ്കള രോമങ്ങളിൽ സ്വപ്നപ്പൂക്കൾ വിരിയിക്കുവാൻ രഥാങ്കുലി കർമ്മം അനുഷ്ഠിക്കേണ്ടവനല്ലേ നീ. ഉടയാടകൾ എടുത്ത് ആലിൻകൊമ്പത്തേറി കളി പറഞ്ഞ് നിന്നവരിൽ നിന്നും
കളി പറഞ്ഞ് നിന്നിൽ നിന്നും വസ്ത്രം വാങ്ങി ഭാര്യമാരായവരല്ലേ ഞങ്ങൾ. ഞങ്ങളുടെ നിത്യകാന്തനാണ് അങ്ങ്. കേശവ, ഞങ്ങളുടെ ആശ പൂർണ്ണമാക്കൂ. ഈ രചനയിൽ ഞങ്ങളെ നിശാഗന്ധി പൂക്കളാക്കൂ. അല്ലലറിയാതെ ഞങ്ങൾ വിരിയട്ടെ. ഗോപവനിതമാർ ഇങ്ങനെ പ്രണയവേദന ഓതി നിന്നപ്പോൾ ഒരു ഗോപിക പറഞ്ഞു, അളമുറിഞ്ഞ നദി പോലെ സ്നേഹം തൂവി എത്തുന്ന ഞങ്ങളെ നിരാശരാക്കരുതേ. നിന്നിൽ അഭിരമിക്കുവാൻ, നിന്നെ പൂർണ്ണമാക്കുവാൻ ഞങ്ങളെ അനുവദിക്കൂ കണ്ണ. മറ്റൊരു ഗോപിക പറഞ്ഞു, ദേവാ, നിന്നോട് ചേരുന്ന ഓരോ നിമിഷവും ഞങ്ങൾ മഞ്ഞിടത്തിലല്ല വെണ്ണിടത്തിലാണ്. രതിയുടെ കവാടം നുള്ളി തുറക്കുവാൻ അമാന്തിക്കരുതേ കണ്ണാ നീ. കണ്ണൻ ഗോപികമാരുടെ പ്രണയപരിഭവം കേട്ട് പുഞ്ചിരിച്ചു. നീലമേഘത്തിൽ തൂവൊളി മിന്നൽ മിന്നിമ അമർന്നു. ഗോപികമാരുടെ ശരീരവും മനസ്സും രാസലീലയ്ക്ക് വേണ്ടി തുടിക്കുന്നുവെന്ന് കണ്ണൻ മനസ്സിലാക്കി. കേശവനും രാസക്രീഡയ്ക്ക് അനുഗുണമായ വേഷങ്ങൾ ധരിച്ചു. ഈ മാറ്റം ഗോപികമാർ അറിഞ്ഞില്ല. അവർ മറ്റൊരു ലോകത്തായിരുന്നല്ലോ. കണ്ണൻ നെറുകയിൽ നിറവീലി ചാർത്തി. മകരകുണ്ടലങ്ങൾ ഗണ്ഡസ്ഥലത്തിൽ പ്രതിബിംബിച്ചു. ചുണ്ടിൽ പത്മരാഗമണിഞ്ഞു. കവിളിൽ കർണികാര പൂമ്പൊടി ചാർത്തി. നെറ്റിയിൽ കസ്തൂരി തിലകം തൊട്ടു. ഞാന്നുകിടന്ന കുറുനിരകളിൽ മുല്ലമൊട്ടുകൾ ഊയലാടി. വനമാലയും കൗസ്തുഭമാലയും അണിഞ്ഞു. കാഞ്ചനകാഞ്ചി ധരിച്ചു. പീതാംബരം തെല്ല് മുറുക്കിയുടുത്തു. കാൽത്തളകൾ അണിഞ്ഞു. കങ്കണങ്ങൾ ചാർത്തി. പുല്ലാങ്കുഴൽ ഇടതുകരത്തിൽ ചേർത്തു. ഗോവർദ്ധന താഴ്വരയിൽ കുത്തി നിവരുന്ന മഴവില്ലിൻ തുഞ്ചിൻ്റെ കാന്തി അണിഞ്ഞ് മണിവർണ്ണൻ നിന്നു. സപ്തവർണ്ണങ്ങളുടെ നിറമാലയായി കണ്ണൻ തിളങ്ങി. വലതുകാൽ ഇടതുമുട്ടിൽ ചേർത്ത് കമലാകാന്തൻ വേണു ചുണ്ടിൽ ചേർത്തു. പഞ്ചമസ്വരത്തിൽ കണ്ണൻ വേണു വായിച്ചു. പുല്ലാങ്കുഴലിലൂടെ ശൃംഗാരത്തിൻ്റെ നനുത്ത സ്പർശവുമായി ഗാനമാലിക പറന്നു വന്നു. ഗോപികമാരുടെ മനസ്സിനെ അപഹരിച്ചു. സംഭോഗ ശൃംഗാരത്തിൻ്റെ കാമച്ചവി ലേശം പുരളാത്ത ശൃംഗാരത്തിൻ്റെ ഉദാത്ത ഭാവം അവിടെ തിരയടിച്ചു. ഗോപികമാർ കണ്ണന് ചുറ്റും നിന്നു. അളിപതിഞ്ഞ കർണികയ്ക്ക് ചുറ്റും വിടർന്ന ഇതളുകൾ ഉള്ള താമര പോലെ അവർ ശോഭിച്ചു. ഗാനത്തിൻ്റെ ആരോഹണാവരോഹണങ്ങൾക്കൊത്ത ഗോപികമാർ നടനം തുടങ്ങി. കാൽത്തളകൾ കുലുങ്ങി, കാഞ്ചനകാഞ്ചി കിലുങ്ങി. ചലിക്കുന്ന മൂക്കുത്തിഞ്ഞാത്തിൽ ചന്ദ്രബിംബം തെളിഞ്ഞ ഗോപവനിതമാർ നൃത്തലോലുപരായി. നൃത്തം ചെയ്ത് ഗോപനാംഗമാർ മണൽപ്പരപ്പിൽ അകലുകയും അടുക്കുകയും ചെയ്തു. അഴിഞ്ഞുലഞ്ഞ കബരികൾ പരസ്പരം കുരുങ്ങി ഗോപികമാർ തറയിൽ പതിച്ചു. കണ്ണൻ അവരെ കൈപിടിച്ചുയർത്തി. മുടിയിൽ തൂവിയ പൊടിമണ്ണ് മൃദുവായി കേശവൻ തൂത്തുകളഞ്ഞു. രസാനുഭൂതിയിൽ ഗോപികമാർ മതിമറന്നു നിന്നു. ലതാ നികുഞ്ചങ്ങളിൽ കടന്നിരുന്നതും കിന്നാരം ചൊല്ലി വിളിച്ചും പലവിധം ലീലകളാടിയവർ രസിച്ചു. അവർ കണ്ണനോട് പറഞ്ഞു, കൃഷ്ണ, ചെന്താമര കണ്ണ, ഞങ്ങളുടെ ഹൃദയം മുഴുവൻ നീ അപഹരിച്ചു. ഹൃദയമില്ലാതെ ശരീരം എങ്ങനെ ചലിക്കും? ഞങ്ങളുടെ പാദങ്ങൾ അനങ്ങുമോ? ഇല്ല. അതുകൊണ്ട് ഞങ്ങളുടെ ആദിയും അന്തവും നീയാണ്. രതിയും വിരതിയും നീ തന്നെ. ജീവനും മൃത്യുവും നീ തന്നെ കണ്ണ. നീയാണ് ഞങ്ങളുടെ സോദരൻ. ഞങ്ങളുടെ ഓരോ അണുവും നിന്നിലാണ് ത്രസിക്കുന്നത്. വരൂ മാധവ, ഞങ്ങളെ മാധവീ ലതയാക്കൂ. നിന്റെ ഉയരങ്ങളിൽ ഞങ്ങൾ പടർന്നു കയറട്ടെ. ഞങ്ങളുടെ മൃദുലമായ രസികതളങ്ങൾ കൊണ്ട് നിന്നെ പൊതിയട്ടെ. ഞങ്ങളുടെ നിമ്നോന്നതങ്ങളിൽ ഒരു മണിക്കുഞ്ഞായി നീ മയങ്ങിക്കൊള്ളൂ. ഗോപികമാരുടെ ഭക്തിവർദ്ധകമായ മധുരവാക്യം കേട്ട് ആനന്ദചിത്തനായി കണ്ണൻ പറഞ്ഞു, ഗോപികമാരെ, രാഗത്തിൻ്റെ കാതൽ വിശ്വാസമാണ്. ചിന്തയിലും ഭാവത്തിലും നിങ്ങൾ പുലർത്തുന്ന ആദരവ് അനുകമ്പാർഹമാണ്. ദേവാംഗനമാരെക്കാൾ ലാവണ്യപൂർണകളായി നിങ്ങളെ രതി സാത്വികതയിൽ എത്തിക്കേണ്ടത് എൻ്റെ ധർമ്മം തന്നെ. ആഗ്രഹനിവൃത്തിക്കായി നിങ്ങൾ വിഷ്ടഭനാഥനെ പ്രാർത്ഥിക്കുവിൻ.
മന്ദഹാസം തൂവി കണ്ണൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഗോപികമാർ കണ്ണുകൾ പൂട്ടി കേശവനെ പ്രാർത്ഥിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ സ്വന്തം ശരീരത്തിൽ നിന്ന് എന്തോ അടർന്ന് ഊർന്നു പോകുന്നതായി ഓരോ ഗോപവനിതയ്ക്കും തോന്നി. ഭൗതികതയുടെ അവസാന പടവും അവരിൽ നിന്ന് കൊഴിഞ്ഞുപോയി. ശുദ്ധകളും മുഗ്ധകളും സൂക്ഷ്മഭാവ സ്നിഗ്ധകളുമാണിന്നവർ. ലോകത്തിൽ ഒരു സ്ത്രീയും ഇവരുടെ ഭാവത്തിൽ എത്തിയിട്ടില്ല. ആരും ചുംബിക്കാത്ത പൂവ് പോലെ അവർ നിർമ്മലരായി. കോർക്കാത്ത രത്നമായി അവർ നിന്നു. നഖപ്പാട് പതിയാത്ത പൊൻ പ്രവാളം പോലെ കന്മഷരഹിതരായി അവർ. കല്യാണകൃഷ്ണനായ ഗോപികാരമണൻ ഗോപികമാരെ മായാരൂപത്തിൽ രമിപ്പിക്കുവാൻ തീരുമാനിച്ചു. യമുനാ പുളിനം പുതിയൊരു ഭുവനമായി. ഗോപികമാർ മന്ദം മന്ദം കണ്ണു തുറന്നു. അത്ഭുതമെന്നല്ലാതെ എന്താണ് പറയുക? ഗോപികമാർ പരസ്പരം കണ്ടില്ല. ഓരോരുത്തരും മുന്നിൽ പൊന്നോടക്കുഴലും സുന്ദര മന്ദഹാസവുമായി നിൽക്കുന്ന കണ്ണനെ മാത്രമേ കണ്ടതുള്ളൂ. ഓരോ ഗോപവനിതയ്ക്കും ഓരോ കണ്ണനുണ്ടായി. മറ്റ് ഗോപികമാർ എവിടെ എന്ന് ഒരു ഗോപവനിതയും ശ്രദ്ധിച്ചില്ല. കനലെരിയും പോലെ വിളങ്ങുന്ന കണ്ണനെ മാത്രമേ അവർ ദർശിച്ചുള്ളൂ. ഓരോ ഗോപികയുടെയും ഭാവത്തിനൊത്ത് കണ്ണൻ തരുണനും യുവാവും ദൃഢഗാത്രനുമായി. കേശവന്റെ അധരത്തിൽ തത്തിക്കളിച്ച പുഞ്ചിരി പൂനിലാവേറ്റ് ഗോപികയുടെ വദനം തെളിഞ്ഞു. ഒത്തുങ്ക കുജങ്ങൾ മധുശാലിയുടെ തിരുമാറിൽ ചേർത്ത് മധുരാംഗി രതിചിത്തയായി. നടുതായി ഉയർന്ന അവളുടെ ശീൽക്കാരങ്ങൾ കണ്ണന്റെ നാദബ്രഹ്മത്തിന് പക്കമേളക്കൊഴുപ്പേറ്റി. കണ്ണൻ വേണു അധരത്തിൽ ചേർത്തു. ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ദിവസം കേൾപ്പിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.